എനിക്കിപ്പോഴത്തെ മാർപ്പാപ്പായ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം വേറൊന്നുമില്ല, നല്ല ഒന്നാന്തരം മാർപ്പാപ്പ, നല്ല തന്റേടമുള്ള, ചൂടും ചൂരുമുള്ള, കരുത്തുമുള്ള മാർപ്പാപ്പ, നല്ല വൃത്തിക്കാണ് മറുപടി കൊടുക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പറയുന്ന ട്രംപ് എന്ന് പറയുന്ന ആൾ യഥാർത്ഥ ഒരു ക്രൈസ്തവ മതവിശ്വാസിയുടെ ക്വാളിറ്റി ഉള്ളവനല്ല എന്ന് കൃത്യമായി മാർപ്പാപ്പ പറഞ്ഞു വെച്ചു. ട്രംപ് സാധാരണ പറയുന്നത് പോലെ ചില അസഭ്യവാക്കുകളൊക്കെയും മോശമായ പദങ്ങളൊക്കെയും മാർപ്പാപ്പയ്ക്കെതിരെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹം ഈ ട്രംപിനെ ഒരു മുടിയുടെ വില നൽകിയില്ല, ഒരു രോമത്തിന്റെ വില നൽകിയില്ല. അദ്ദേഹം വളരെ കൃത്യമായി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലാണ് പീറ്റർ ഹെക്സിത്ത് എന്ന് പറയുന്ന നമ്മുടെ ട്രംപിന്റെ ഡിഫൻസ് സെക്രട്ടറി, ഏതോ അവിടുത്തെ ഓൺലൈൻ പത്രത്തിന്റെ എഡിറ്ററോ കണ്ടായിരുന്നു, പുള്ളിയാണ് വിളിച്ച് ഡിഫൻസ് സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. പുള്ളിയെക്കുറിച്ചാണ് യുദ്ധം സീസ്ഫയർ എടുത്തപ്പോൾ അടുത്തിരുത്തിയിട്ട് പറഞ്ഞത്, യുദ്ധം ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ യവനാണ് യുദ്ധം തുടങ്ങിക്കോളൂ, നല്ല സമയമാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല, ഒരു പരിഹാസ കഥാപാത്രമായിട്ടുണ്ട്. പുള്ളിയും ഇപ്പോൾ ഈ കെടുതിയിൽപ്പെട്ടു. ആ കെടുതി എന്താണെന്നറിയോ? പുള്ളി യുദ്ധത്തിന്റെ ഇടവേളയിൽ ബൈബിളിലെ വാചകമാണെന്ന് പറഞ്ഞിട്ട് ഒരു വാചകം വായിച്ചു. വലിയ ആധികാരികമായി വായിച്ചതാണ്, പക്ഷെ അത് ഒരു സിനിമയിലെ ഡയലോഗായിരുന്നു. പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലെ ഡയലോഗാണ് നമ്മുടെ പീറ്റർ ഹെക്സിത്ത് വളരെ കാര്യമായി എന്തോ മഹത്തായ ഒരു സംഗതിയായി പുള്ളി വായിച്ചു കളഞ്ഞത്. JD വാൻസ് എന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആവട്ടെ ഈ പീറ്റർ ഹെക്സിത്തിന് ഒരു കുത്തും കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയോ? ജീസസ് ഡസിൻ സപ്പോർട്ട് ജനോസൈഡ്. ജീസസ് ഒരിക്കലും വംശഹത്യയെ അംഗീകരിക്കുന്നില്ല. ഗസാവാറിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെങ്കിലും അത് ഈ പറഞ്ഞ പീറ്റർ ഹെക്സിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്ത ഒരു മറുപടിയാണെന്നാണ് ചാനലുകളൊക്കെയും പറയപ്പെടുന്നത്. ഈ ഇറാന്റെ യുദ്ധത്തിനു വേണ്ടി സൈനികരെ സജ്ജരമാക്കുന്ന ഒരു മീറ്റിംഗിലാണ് ഈ ഹെക്സിത്ത് ഈ പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയിലെ ഡയലോഗ് ബൈബിൾ വചനമായി വായിച്ചത്. ആ വചനം ഇങ്ങനെയാണ്: അവരോട് ഞാൻ ക്രോധത്തോടുള്ള ശാസനകളാൽ വലിയ പ്രതികാരം ചെയ്യും, അവരുടെ മേൽ പ്രതികാരം നടത്തുമ്പോൾ ഞാൻ കർത്താവാണെന്ന് അവരറിയും. ഇതാണ് പറഞ്ഞ ബൈബിൾ വാചകം എന്ന് പറഞ്ഞത്. അതായത് വളരെ ക്രോധത്തോടെ അവരുടെ കൂടെ പ്രതികാരം ചെയ്യുമ്പോഴാണ് ഞാൻ കർത്താവാണെന്ന് അറിയുന്നത് എന്ന് പറഞ്ഞാൽ പ്രതികാരദാഹിയും പ്രതികാര ദുർഗയുമായ ഒരു കർത്താവിനെയാണ് പീറ്റർ ഹെക്സിത്ത് പരിചയപ്പെടുത്തിയത്. ഇക്കാളയ്ക്ക് ബൈബിളും അറിഞ്ഞുകൂടാ, ഇവന് ക്രിസ്തുമതം അറിഞ്ഞുകൂടാ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ കാളകളുണ്ട് ഈ ലോകത്ത്. അതിലെ ഒരു കോവർ കാളയാണ് നമ്മുടെ ട്രംപ്. അതുകൊണ്ടാണ് ട്രംപിനോട് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, തകർക്കാൻ എളുപ്പമാണ് പക്ഷേ സൃഷ്ടിക്കാനാവില്ല എന്ന് മാത്രമല്ല, ഒന്നും തകർക്കുന്നതിനോട് കർത്താവ് യോജിക്കുന്നതേയില്ല, മനുഷ്യനെ വേദനിപ്പിക്കുന്നതിനോട് യോജിക്കുന്നില്ല. നിനക്കൊന്നും ഒരു സമൂഹത്തെയും ഒരു സംസ്കാരത്തെയും ഇല്ലാതാക്കാനുള്ള ഒരവകാശവുമില്ല ട്രംപേ എന്ന് മാർപ്പാപ്പ മുഖത്ത് നോക്കി പറഞ്ഞു. യവന്മാരെ രണ്ടുപേരെയുമാണ് ആഗോള ക്രിസ്ത്യാനികളുടെ ഭാഗമാണെന്ന് ചിലരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നത്. യവന്മാര് സാമൂഹ്യ വിരുദ്ധരും ലോകത്തിന് വലിയ നാശവുമാണെന്നാണ് മാർപ്പാപ്പ പറയാതെ പറയുന്നത്.